ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുല്ലമുട്ടിൻ്റെ 2 ക്ലിപ്പാട്ടോ. ഇത് ഉണ്ടാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. മുല്ലമുട്ടുകൾ ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് കുറേ എണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും ഉണ്ടാവും കേട്ടോ. അതിനിപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെ കുറച്ചെണ്ണം നമുക്കത് കളയേണ്ടി വരും. ഞാൻ സാധാരണ ക്ലിപ്പിൽ വെച്ചിട്ടാട്ടോ ചെയ്യാറ്. ഇന്നെന്തോ എനിക്ക് കയ്യിൽ വെച്ചാണ് ചെയ്യാൻ തോന്നിയത്. അങ്ങനെ ഞാൻ ചെയ്യാട്ടോ. പക്ഷേ അബദ്ധം പറ്റിയെന്ന് പറയാലോ. വീഡിയോ എടുക്കുന്ന ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് ചെയ്തു പോയി. എന്തു പറയാനാ, ഞാൻ തന്നെ ചെയ്തതായാലും കൊണ്ട് ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ കയ്യിൽ വെച്ച് ചെയ്യുന്നതിൻ്റെ ഷോ ഒക്കെ അങ്ങോട്ട് ഇറക്കി. അത് കഴിഞ്ഞിട്ടാട്ടോ അബദ്ധം പറ്റിയ കാര്യം എനിക്ക് മനസ്സിലായത്. കാരണം ഗമ്മ് കയ്യിൽ നിന്ന് വിട്ടു പോരുന്നുണ്ടായിരുന്നില്ല. പിന്നെയും അത് ഫുള്ള് അഴിച്ചുപണി നടത്തി ക്ലിപ്പിലേക്ക് തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ട് രണ്ടാമത് ചെയ്യാട്ടോ ചെയ്തത്. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഈ കാക്കയും കോഴിയും നാഴയും ഒക്കെ ഇങ്ങനെ വെറുതെ ഒച്ചുണ്ടാക്കിയും കൊണ്ടിരിക്കും. എന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. എന്തായാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല കോൺസെൻട്രേഷനിൽ തന്നെ ചെയ്യാട്ടോ. കാരണം ഇത്തിരി തെറ്റിപ്പോയാൽ പിന്നെ മൊത്തം അഴിച്ചുപണി നടത്തേണ്ടി വരും. ഇപ്പം ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ ലെയർ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഗമ്മ് കുറച്ച് കഴിഞ്ഞിട്ടേ ഒട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളോട്ട് ഇങ്ങനെ നീക്കി കൊടുത്തുകൊണ്ടിരിക്കും. അതൊക്കെ മേലെ വെക്കുന്നതിനനുസരിച്ച് താഴത്തത് ഇങ്ങനെ പുറത്തോട്ടേക്ക് ഇങ്ങനെ നിൽക്കാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ ഒക്കെ ഒന്ന് തള്ളി അങ്ങനെ ഒപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ മുല്ലമുട്ട് ക്ലിപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ഇനി നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ.